ഈ ഒരു വീക്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന കുറച്ച് അപ്ഡേറ്റിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. കുറച്ച് ബൈക്സിൻ്റെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പം ഏതൊക്കെ ബൈക്കുകളാണെന്ന് നോക്കാം. ഫസ്റ്റത്തെ അപ്ഡേറ്റ് ഹീറോൻ്റെ ഭാഗത്തു നിന്നാണ്. ഹീറോൻ്റെ പുതിയൊരു ബൈക്ക് അടുത്ത് തന്നെ ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഹീറോ ഒഫീഷ്യലായിട്ട് അവരുടെ സോഷ്യൽ മീഡിയയിലേക്ക് ഈ ഒരു ബൈക്കിൻ്റെ കാര്യങ്ങളൊക്കെ പുറത്തു വിട്ടിട്ടുണ്ട്. പക്ഷേ ഏത് ബൈക്കാണെന്ന് ഇതുവരെ അവർ പുറത്തു വിട്ടില്ല. ഒരു 440cc എഞ്ചിനുള്ള ബൈക്കാണെന്ന് കൺഫേം ആണ്. 2023 ഹീറോ ഹാർലിൻ ടൈപ്പിലുള്ള ഒരു ബൈക്ക് ലോഞ്ച് ചെയ്തത്, ഹാർലി ഡേവിഡ്സന്റെ X440. അതേ ഒരു എഞ്ചിൻ തന്നെ ആയിരിക്കും ഈ ഒരു ബൈക്കിനും അവർ യൂസ് ചെയ്യാൻ പോകുന്നത്. ഒരു 440cc സിംഗിൾ സിലിണ്ടർ 4 സ്റ്റോക്ക് എയർ പ്ലസ് ഓയിൽ കൂൾ ആയിട്ടുള്ള എഞ്ചിനായിരിക്കും. 2023 തന്നെ ബെസ്റ്റ് ബൈക്കിൽ ഉൾപ്പെടുന്ന ഒരു മോഡലാണ് ഹാർലി ഡേവിഡ്സന്റെ X440. നമ്മുടെ സ്പീഡ് 400-നെക്കാട്ടി സെയിൽസ് ഈ ഒരു മോഡലിൽ വരുന്നുണ്ട്. അതേ ഒരു ഹാർലി ഡേവിഡ്സന്റെ എഞ്ചിൻ വെച്ചിട്ട് പുതിയൊരു ബൈക്കാണ് അവർ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. ഹീറോ ഇപ്പം തന്നെ ഒരുപാട് ബൈക്കിൻ്റെ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഹുറിക്കാൻ 440, പിന്നെ എക്സ്പൾസിൻ്റെ 400cc മോഡലൊക്കെ ഉണ്ട്. ഇനി വരാൻ പോകുന്ന മോഡലിൻ്റെ പേര് മാർവിക് 440 ആയിരിക്കും. ഇത് ഏത് സെഗ്മെൻറ്റിലുള്ള ബൈക്കാണെന്ന് കൺഫേം ആയിട്ടില്ല. ഇതൊരു അഡ്വഞ്ചർ ടൂറാണോ അല്ലെങ്കിൽ റോഡ് സ്റ്റാർ മോട്ടോർസൈക്കിൾ ആണോ എന്നുള്ള കാര്യത്തിൽ കൺഫേം അല്ല. ഈ ഒരു ബൈക്ക് ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് ഫെബ്രുവരി 14 to 15 രണ്ടാമത്തേത് റോയൽ എൻഫീൽഡിൻ്റെ ഹണ്ടർ 350 അപ്ഡേറ്റ് ആണ്. ഹണ്ടർ 350 പുതിയ കളർ വേരിയൻറ്റിലുള്ള മോഡൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 2 പുതിയ കളർ വേരിയൻറ്റിലാണ് ഈ ഒരു ബൈക്ക് വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല ലുക്കൊക്കെ ഫീൽ ചെയ്യുന്ന ഒരു കളറാണ്. മെയിനായിട്ട് വന്ന മാറ്റം ഈ ഒരു കളേഴ്സിൽ മാത്രമാണ്. വേറെ എഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. 348cc സിംഗിൾ സിലിണ്ടർ എഞ്ചിൻ തന്നെയാണ്. 20.2 bhp പവറും 27 Nm ടോർക്കുമാണ്. ഹണ്ടർ 350 പ്രൈസ് വരുന്നത് 1,50,000 തൊട്ട് 1,75,000 വരെയാണ്. മൂന്നാമത്തെ അപ്ഡേറ്റ് KTMന്റെ വരാനിരിക്കുന്ന അഡ്വഞ്ചർ 390 ഇപ്പോൾ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലല്ല, ഇന്റർനാഷണലാണ് ഇപ്പോൾ സ്പോട്ട് ചെയ്തത്. ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് പുതിയ ADV 390 വരാൻ പോകുന്നത്. വണ്ടിയുടെ ഡിസൈൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഫുള്ളി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഡിസൈനൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് KTMന്റെ 1390cc മോഡലിൽ നിന്നും ഇൻസ്പയർ ചെയ്തിട്ടാണ് അവർ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. മെയിനായിട്ട് വന്ന മാറ്റം ആ ഒരു ഫ്രണ്ടിലെ സെക്ഷനാണ്. ഫ്രണ്ടിലെ ഹെഡ്ലൈറ്റും ബാക്കിലെ ടെയിൽ സെക്ഷൻ മുതൽ എല്ലാം ചേഞ്ച്ഡാണ്. പിന്നെ ഫ്രണ്ടിൽ വലിയൊരു വിൻസ്ക്രീൻ വരുന്നുണ്ട്. അണ്ടർബെല്ലി എക്സോസ്റ്റും കൂടിയാണ് ഈ ഒരു മോഡലിന്. പിന്നെ വീലിൻ്റെ സൈസിലും ചെറിയ മാറ്റമുണ്ട്. ഫ്രണ്ടിൽ 19 ഇഞ്ചും ബാക്കിൽ 17 ഇഞ്ചുമാണ്. സ്പോക്ക് വീലാണ്. പുതിയ അഡ്വഞ്ചർ 390 വരാനുള്ള മെയിൻ കാരണം നമ്മുടെ ഹിമാലയൻ തന്നെയാണ്. ഹിമാലയൻ 450 വന്നതുകൊണ്ട് തന്നെ ഈ ഒരു അഡ്വഞ്ചർ സെഗ്മെൻറ്റ് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുണ്ട്. അപ്പം പുതിയ ഹിമാലയനുമായിട്ട് അത്യാവശ്യം നല്ലൊരു കോമ്പറ്റീഷൻ നടത്താൻ വേണ്ടിയിട്ട് തന്നെയാണ് പുതിയ അഡ്വഞ്ചർ 390 KTM പ്ലാൻ ചെയ്യുന്നത്. എന്തായാലും ഈ ഒരു ബൈക്ക് ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആവും. 2024 ലോഞ്ച് പ്ലാൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ 2024 വരില്ല, 2025 ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. മൂന്നാമത്തെ അപ്ഡേറ്റ് ബജാജിൻ്റെ ഭാഗത്തു നിന്നാണ്. ബജാജിൻ്റെ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ അവർ ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ചേതക്കിൻ്റെ ഒരു പ്രീമിയം മോഡലാണ്. 2 വേരിയൻറ്റിലാണ് പുതിയ മോഡൽ വന്നിട്ടുള്ളത്. സ്റ്റാർട്ടിംഗ് പ്രൈസ് 1,15,000 തൊട്ട് 1,35,000 വരെയാണ്. ഇത്തവണ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് പുതിയ ചേതക്കിൻ്റെ പ്രീമിയം മോഡൽ വന്നിട്ടുള്ളത്. ഒരു TFT മീറ്റർ കൺസോളാണ്. അതിൽ 10x10 നാവിഗേഷൻ ഉണ്ട്, മ്യൂസിക് കൺട്രോൾ, കോൾ അലേർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കൂടാണ്ട് 2 മോഡും വരുന്നുണ്ട്. റിവേഴ്സ് മോഡും ഉണ്ട്, സ്പോർട്സ് മോഡും ഉണ്ട്. മാക്സിമം സ്പീഡ് 73 km/h, മാക്സിമം റേഞ്ച് കിട്ടുന്നത് 127 km ആണ്. അർബൻ മോഡലിന് 1,15,000 രൂപയും പ്രീമിയം മോഡലിന് 1,35,000 രൂപയാണ് എക്സ് ഷോറൂം പ്രൈസ് ആയിട്ട് വരുന്നത്.